ഫ്രണ്ട്സ്, ഞാൻ ചൂണ്ടയ്ക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്. കാലാവസ്ഥയുടെ ഒരു ഇത് മുഖാന്തരം ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചാൽ ഒരു ഹോം ടൂർ ഇട്ടാൽ എന്താണെന്ന്. എന്തായാലും ഇറങ്ങി തിരിച്ചതല്ലേ. അത് എൻ്റെ വീട്, എൻ്റെ വീട്ടിലോട്ട് കയറി വരുന്ന വഴിയാണിത്. എന്നുവെച്ചാൽ ബൈക്ക് കയറി വരും, വാടക വീടാണ്. ബൈക്ക് കയറി ഇപ്പോൾ 1 വർഷമായി ഇവിടെ താമസം തുടങ്ങിയിട്ട്. പിന്നെ എൻ്റെ വീടിൻ്റെ അകത്തോട്ട് കയറാനുള്ള ഗേറ്റാണിത്. പിന്നെ വന്ന് കയറിയപ്പോൾ ഒരു മാവുണ്ട്, ഒരു പേരയുണ്ട്. ആ പേരയ്ക്കകത്ത് പേരയ്ക്ക കിളിക്കും, പക്ഷേ അത് കേടാ. 1-2 കിട്ടും. അത് ഈ വട്ടം കിളിച്ചതാണ്. എന്തായാലും 1 വർഷമായാലും വന്നിട്ട് ഇതിനകത്ത്. ഇനി മാവെന്ന് പറഞ്ഞാൽ മാവിനകത്ത് മാങ്ങ താന്ന് നിൽക്കുന്നതിൻ്റെ പേര് 2 പെൺകുഞ്ഞുങ്ങളാണ്, പെൺമക്കളാണ് എനിക്ക്. അപ്പോൾ അവർക്ക് എത്തിപ്പിച്ചാവുന്നുള്ള ദൂരത്തിൽ നിൽക്കുക. ചെറിയ മാവാണ്. അതുകൊണ്ട് ആ കിണറ്റിൻ്റെ കിണറിൻ്റെ തിട്ടയിലൊക്കെ കയറി ഇതിൻ്റെ പിച്ചാനുള്ള ദൂരം ഇതാ. അതുകൊണ്ട് പിച്ച് മൊത്തം കാലിയാക്കി ഇട്ടേക്കുക അത്. പിന്നെ വീട്, ഇതാണ് വീട്. പിന്നെ 4 വശവും പേടിക്കാനൊന്നുമില്ല. 4 വശവും ചുറ്റുമതിലൊക്കെ ഉള്ളതിൻ്റെ പേരിൽ അങ്ങ് എടുത്തു. പിന്നെ എൻ്റെ വീട് ഒരു ഹാള്, 3 ബെഡ്റൂം, ഒരടുക്കള. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്നുമില്ല, വെളിയിലാണ് ബാത്റൂം. വാടക വീടല്ലേ, നമുക്ക് എന്താ ചെയ്യാൻ. ഇതാണൊരു ഹാള്. പിന്നെ ഒരു ബെഡ്റൂം. ഇതൊരു ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ നിന്ന് വന്ന് നേരെ ഇറങ്ങുന്ന അടുക്കളയിലോട്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ബെഡ്റൂമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബെഡ്റൂം അതുമുണ്ട്. പിന്നെ ഇത് കിച്ചൺ. ഇതാണ് നമ്മുടെ കിച്ചൺ. സൗകര്യമൊക്കെ 4 പേർക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ഈ വീടിന്റെ ബാക്ക് ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. അതാണ് ബാത്റൂം, കുളിമുറി. ഇതാണ് ബാക്കി ഭാഗം. ഇതാണ് എൻ്റെ വീട്. ഇത് എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഓക്കെ ഫ്രണ്ട്സ്.